സങ്കീർത്തനം 48:5. അവർ അത് കണ്ട് അമ്പരന്നു, അവർ പരിഭ്രമിച്ചോടിപ്പോയി. ദൈവത്തിൻ്റെ നഗരമായ സിയോനെയും അവിടെ ദൈവം വെളിപ്പെടുത്തിയ സംരക്ഷണത്തെയും കുറിച്ചുള്ള ഒരു സ്തുതിഗീതമാണ് ഈ സങ്കീർത്തനം. ഇവിടെ ദൈവം തൻ്റെ ജനത്തിൻ്റെ സംരക്ഷണത്തിനായി തൻ്റെ വാസസ്ഥലമായ സിയോനിൽ വെളിപ്പെട്ട് നിൽക്കുന്നത് കണ്ട് ശത്രുക്കൾ പരിഭ്രമിച്ച് ഓടിപ്പോകുന്നത് സങ്കീർത്തനക്കാരൻ ആത്മാവിൽ കണ്ടെഴുതുകയാണ്. ശത്രുക്കൾ ഈ നഗരത്തെ ആക്രമിക്കുവാനായി ഒരുമിച്ച് കൂടി വന്നു. എങ്കിലും അതിൻ്റെ പ്രതാപവും അതിനെ കാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യവും കണ്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. യുദ്ധം ചെയ്യുവാൻ നിൽക്കാതെ ഭയം കൊണ്ട് പരിഭ്രമിച്ച് അവർ അവിടെ നിന്ന് വേഗത്തിൽ ഓടി രക്ഷപ്പെടുകയാണ്. ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുമ്പോൾ ശത്രുക്കൾക്ക് അവരുടെ മുൻപിൽ നിൽക്കുവാൻ സാധിക്കില്ല. ശത്രുക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടപ്പോൾ ഉണ്ടായ ഭയം തീക്ഷ്ണമായിരുന്നു. പെട്ടെന്നുണ്ടാകുന്ന പ്രസവ വേദന പോലെ അത് ഒഴിവാകാനാകാത്തതും സഹിക്കാൻ വയ്യാത്തതുമായിരുന്നു എന്ന് നാം ഈ സങ്കീർത്തനത്തിൽ വായിക്കുന്നു. എത്ര വലിയ വീരന്മാരാണെങ്കിലും ദൈവത്തിൻ്റെ ശക്തിയുടെ, മഹത്വത്തിൻ്റെ, തേജസ്സിൻ്റെ, പ്രഭാവത്തിൻ്റെ മുൻപിൽ നിസ്സഹായരായി തീരുന്നു എന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് നടക്കുന്നത്. ദൈവസാന്നിധ്യം വഹിക്കുന്ന ഒരു വ്യക്തിയുടെ മുൻപിൽ ദൈവം സംരക്ഷിക്കുന്ന, ദൈവത്തെ തൻ്റെ ശരണമാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയെ തകർക്കുവാൻ ആരൊക്കെ എന്തൊക്കെ വട്ടം കൂട്ടിയാലും പദ്ധതിയിട്ടാലും വിജയിക്കില്ല. അവർ പരിഭ്രമിച്ച് ഭയം പിടിച്ചവരായി ഓടിപ്പോവുക തന്നെ ചെയ്യും. കാരണം സർവശക്തനായ ഈ ദൈവത്തിന് മുൻപിൽ ഏത് ശത്രുവിനാണ് നേരെ നിൽക്കുവാൻ സാധിക്കുന്നത്? ഞാനോ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ ദൈവ സാന്നിധ്യം നമ്മെ നിത്യം കാക്കുന്നു, പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു. യെശയ്യാവ് 4:5 യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലത്തിന്മേലും അതിലെ സഭായോഗങ്ങളിന്മേലും പകലിന് ഒരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. സെഖര്യാവ് 2:5 എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു. ഒരു മനുഷ്യ ശക്തിക്കോ പൈശാചിക ശക്തിക്കോ നമ്മെ തകർക്കുവാൻ സാധ്യമല്ല. തകർക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചതും വേർതിരിച്ചതും ദൈവകൃപയിൽ മുന്നേറുവാനാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായി മുൻപോട്ട് പോകാം. രോഗമോ ദാരിദ്ര്യമോ ഭീഷണിയോ ഒന്നും നമ്മെ തകർക്കില്ല. യഹോവ നിസ്സി, നമ്മുടെ കർത്താവ്, നമ്മുടെ ജയക്കൊടി. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായും സംരക്ഷണത്തിനായും സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.